നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, വൊക്കാബുലറിയിൽ നമുക്കുണ്ട് വേർഡ് ഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. അതായത് നൗൺ ഫോം തന്നിട്ട് അഡ്ജക്റ്റീവ് ഫോം ആക്കുക, അല്ലെങ്കിൽ വെർബ് ഫോം തന്നിട്ട് ആഡ്വർബ് ഫോമിലേക്ക് മാറ്റുക, അങ്ങനെ കുറെ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട് വേർഡ് ഫോർമേഷൻസ് ആണ് നമുക്ക് ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നൗൺ ഫോമിൽ നിന്ന് നമുക്ക് എങ്ങനെ അഡ്ജക്റ്റീവ് ഫോംസ് ഉണ്ടാക്കാം എന്നുള്ള നമ്മളിവിടെ പറയുന്നത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കുക അഡ്വെഞ്ചർ. ഓക്കെ, അഡ്വെഞ്ചർ ഇതെന്താണ്? നൗൺ ഫോം ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം നൗൺ ഫോംസ് ആണ്. ഓക്കെ, അഡ്വെഞ്ചർ സാഹസം എന്നാണ് അഡ്വെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അഡ്ജക്റ്റീവ് ഫോംസ് ആണ് നമ്മൾ വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് നൗൺ ഫോംസ്, വലതുവശത്ത് അഡ്ജക്റ്റീവ് ഫോംസ്. ഇപ്പൊ അഡ്വെഞ്ചർ എന്താണ്? അഡ്വെഞ്ചറസ് എന്നാണ്. എന്താണ് അഡ്വെഞ്ചറസ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആറിലോ ഇയിലോ അല്ലെങ്കിൽ OURലോ, എങ്ങനെയാണ്? RE അല്ലെങ്കിൽ R അല്ലെങ്കിൽ OUR ഇങ്ങനെ അവസാനിക്കുന്ന മിക്കവാറും ഉള്ള വാക്കുകളുടെ നൗൺ ഫോംസിന്റെ അഡ്ജക്റ്റീവ് ഫോംസ് എഴുതുമ്പോൾ നമ്മൾ അത് OUSൽ അവസാനിപ്പിക്കണം. അങ്ങനെ OUSൽ. ഇവിടെ നോക്കുമ്പോൾ അഡ്വെഞ്ചർ എന്ന് പറയുമ്പോൾ REയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ എടുത്ത് മാറ്റിയിട്ട് അവിടെ നമ്മൾ കൊടുത്തു OUS എന്ന് കൊടുത്തു. അപ്പൊ അഡ്വെഞ്ചറസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബ്രദർ, സിസ്റ്റർ, ഫാദർ, മദർ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത് ആറിലാണ് അവസാനിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ OUS എന്നല്ല കൊടുക്കേണ്ടത്, അവിടെ LY എന്ന് കൊടുക്കണം. ഓക്കെ, ബ്രദർലി. ഇവിടെ നോക്കാം, ബ്രദർ അതെങ്ങനെയാണ്? ബ്രദർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർലി, ഫാദർ ആണെങ്കിൽ ഫാദർലി, മദർ ആണെങ്കിൽ മദർലി. ഓക്കെ, ഇനി നമ്മൾ നോക്കാം രണ്ടാമത്തെ ക്വഷൻ. അതിന്റെ എന്താണ്? കോഷ്യസ് എന്നാണ്. എന്താണ്? കോഷ്യസ് ആണ് അഡ്ജക്റ്റീവ് ഫോം. ഇനി അടുത്ത കറേജ്. ഓക്കെ, കറേജ് ഇവിടെ എങ്ങനെയാ? കറേജിയസ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇയിൽ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വാക്കുകളുടെ മിക്കപ്പോഴും അഡ്ജക്റ്റീവ് ഫോം എഴുതുമ്പോൾ OUS എന്നായിരിക്കും. അങ്ങനെ OUS. കസ്റ്റമറി. ഇവിടെ നോക്കാം ഫെയിമിന്റെ അവസാനം എങ്ങനെയാണ്? ഇയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അത് ME എന്നാണ് അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? OUS എന്നിവിടെ കൊടുക്കുന്നു. ഫേമസ്. ഓക്കെ, ഫേമസ്. ഇതിനകത്ത് ഫ്യൂരി. അതിന്റെ എങ്ങനെയായിരിക്കും? ഫ്യൂരിയസ്. അത് വൈയിൽ അവസാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ IOUS എന്ന് കൊടുക്കണം. IOUS. ഓക്കെ, ഫ്യൂരി, ഫ്യൂരിയസ്. ഹാബിറ്റ്, ഹാബിച്വൽ. ഓക്കെ, ഹാബിറ്റ്, ഹാബിച്വൽ. ഹീറോ ആൻഡ് അഡ്ജക്റ്റീവ് ഫോം ഹീറോയിക്. അടുത്ത ഹ്യൂമർ, ആറിലാണ് അവസാനിച്ചിരിക്കുന്നത്. OUS. ഗ്ലാമർ എന്നാണെങ്കിൽ ഗ്ലാമറസ്, അപ്പൊ അവിടെ OUS എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ അഡ്വെഞ്ചർ എന്നുള്ളതിന്റെ അഡ്ജക്റ്റീവ് ഫോം അഡ്വെഞ്ചറസ്, ക്വാഷൻ എന്നുള്ളതിന്റെ കോഷ്യസ്, ബ്രദർ എന്നുള്ളതിന്റെ ബ്രദർലി, കറേജ്, കറേജിയസ്, കസ്റ്റം, കസ്റ്റമറി, ഫെയിം, ഫേമസ്, ഫ്യൂരി, ഫ്യൂരിയസ്, ഹാബിറ്റ്, ഹാബിച്വൽ, ഹീറോ, ഹീറോയിക്, ഹ്യൂമർ, ഹ്യൂമറസ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം മാൻ. എന്താണ്? മാൻലി. ഓക്കെ, അതാണ് അഡ്ജക്റ്റീവ്. ഇനി മെറിറ്റ്, മെറിറ്റോറിയസ്. എന്താണ്? മെറിറ്റോറിയസ്. ഇനി മ്യൂസിക്, മ്യൂസിക്കൽ. സിയിൽ അവസാനിക്കുന്ന മിക്കവാറും AL എന്നാണ് കൊടുക്കണം. മ്യൂസിക്, മ്യൂസിക്കൽ. ഈ പിറ്റി, അത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. പിറ്റ്യസ് എന്നും കൊടുക്കാം, പിറ്റബിൾ എന്നും കൊടുക്കാം അഡ്ജക്റ്റീവായിട്ട്. റിഗർ, നമുക്ക് OURലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം അതിനുശേഷം OUS. മനസ്സിലാണ്ട? ഇങ്ങനെ റിഗറസ് എന്നാക്കുമ്പോൾ ഈ U നമ്മളങ്ങ് മാറ്റണം. അപ്പം റിഗറസ്, RIGOROUS, റിഗറസ്. സ്കിൽ, സ്കിൽഫുൾ. മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടിടത്തും ഒരു L മതി. ഇതൊക്കെ സ്പെല്ലിംഗ് കർഷണമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, സ്കിൽഫുൾ, സ്കിൽ, സ്കിൽഫുൾ. ഇനി വെർച്യു, വെർച്വസ്. ഓക്കെ, ഇയിൽ അവസാനിക്കുന്നു. OUS നമ്മൾ കൊടുക്കുന്നു, വെർച്വസ്. ഇനി വിറ്റ്, വിറ്റി. സീൽ, സെലസ്. ഓക്കെ, അപ്പൊ മാൻ എന്നുള്ളതിന്റെ അഡ്ജക്റ്റീവ് ഫോം മാൻലി, മെറിറ്റ് എന്നുള്ളതിന്റെ മെറിറ്റോറിയസ്, മ്യൂസിക്, മ്യൂസിക്കൽ, പിറ്റി, പിറ്റിയസ് അല്ലെങ്കിൽ പിറ്റിയബിൾ, റിഗർ, റിഗറസ്, സ്കിൽ, സ്കിൽഫുൾ, വെർച്യു, വെർച്വസ്, വിറ്റ്, വിറ്റി, സീൽ, സെലസ്. അടുത്ത എബിലിറ്റി. എന്താണ് എബിലിറ്റി എന്ന് പറയുമ്പോൾ നൗൺ ഫോം ആണ്. അതിന്റെ അഡ്ജക്റ്റീവ് ഫോം എന്തായിരിക്കും? ഏബിൾ. അടുത്ത് ആങ്ഷൈറ്റി, anxious.
brutality, brutal. Candor, candid. Excellence, excellent. Falsehood, false. Justice, just. Mortality, mortal. Nobility, noble. Perfection, perfect. Okay. ഇപ്പൊ ഇത്രയും ആണ് ഇതിന്റെയൊക്കെ അഡ്ജക്റ്റീവ് ഫോംസ്. എബിലിറ്റിയുടെ അഡ്ജക്റ്റീവ് ഫോം ഏബിൾ, ആങ്ഷൈറ്റി ആങ്ഷ്യസ്, ബ്രൂട്ടാലിറ്റി ബ്രൂട്ടൽ, കാൻഡോർ കാൻഡിഡ്, എക്സലൻസ് എക്സലന്റ്, ഫാൾസ്ഹുഡ് ഫോൾസ്, ജസ്റ്റിസ് ജസ്റ്റ്, മോർട്ടാലിറ്റി മോർട്ടൽ, നോബിലിറ്റി നോബിൾ, പെർഫെക്ഷൻ പെർഫെക്റ്റ്. ഇനി അടുത്തത് സോളിറ്റ്യൂഡ്. എന്താണ് സോളിറ്ററി. അടുത്ത ട്രൂത്ത് ട്രൂ, റിയാലിറ്റി റിയൽ, splendor, splendid, grandeur, grand, intimacy, intimate, width, wide, novelty, novel, privacy, private. അപ്പൊ ഈ പറഞ്ഞ വാക്കുകൾ ഓക്കെ നൗൺ ഫോംസ് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് അഡ്ജക്റ്റീവ് ഫോംസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനിയുള്ള പരീക്ഷകളും അതൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന വാക്കുകളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക, അതിന്റെ അഡ്ജക്റ്റീവ് ഫോംസും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം എന്തായാലും ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ചെങ്ങന്നൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ PSC പരീക്ഷകൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്. ആ സമയത്താണ് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുന്നതിനെ പറ്റി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്ത് ഇംഗ്ലീഷ് ഓൺലൈൻ കോച്ചിങ്ങിനെ പറ്റി ഇങ്ങനെ കേട്ടത്. ഞാൻ രഞ്ജിത്ത് സാറിനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു 3 months ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 3 months കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം ഗുണം ചെയ്തു. അദ്ദേഹം ഗ്രാമർ സബ്ജക്റ്റുകളെല്ലാം അദ്ദേഹം ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയും ബാക്കി വൊക്കാബുലറി പോലുള്ള സബ്ജക്റ്റുകൾ അദ്ദേഹം PDF രൂപത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെയും SCRT-യുടെയും ടോപ്പിക്സ് വെച്ചിട്ട് അദ്ദേഹം വൊക്കാബുലറി നമുക്ക് PDF ആയിട്ട് അയച്ചു തരികയും ചെയ്തു. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറയുകയും അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ അദ്ദേഹത്തിനോട് മെസ്സേജ് ചെയ്യാൻ നമ്മുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റും. അതൊക്കെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെ ഒരു 3 മാസത്തെ ഇന്ററാക്ഷനോടുകൂടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. എനിക്ക് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രഞ്ജിത്സ് ഇംഗ്ലീഷ് കോച്ചിങ് സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ് സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു. സുജേഷാണ്, കണ്ണൂരിലാണ്. സാറിന്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിൾ ആയിട്ട് തന്നെയാണ് സാർ ക്ലാസ് എടുത്തത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു.